തിരുവനന്തപുരത്ത് 6 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. ഇതോടെ തിരുവനന്തപുരത്ത് 9 പേർക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് കോളറ സ്ഥിരീകരിച്ചത്. മാനസ ചേരുന്നു. മാനസ, വിശദാംശങ്ങൾ. തിരുവനന്തപുരത്ത് നിലവിൽ പരിശോധന ഫലം അയച്ചവരിൽ 6 പേർക്കാണ് നിലവിൽ ഇപ്പോഴും പരിശോധന ഫലം പോസിറ്റീവ് ആയത്. ഏതായാലും 6 പേർക്ക് ഇന്ന് കോളറ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടെ തിരുവനന്തപുരത്ത് മാത്രം 9 പേർക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യനില ഇവരെയും തൃപ്തികരമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള രീതിയിലുള്ള പരിശോധനകളൊക്കെയും നടക്കുകയാണ്. ഒപ്പം ബാക്കിയുള്ളവരുടെ പരിശോധന ഫലം 3 ദിവസത്തിനകം ലഭിക്കുമെന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ടോ? പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പോ കാര്യങ്ങളോ നൽകിയിട്ടുണ്ടോ? ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുടിവെള്ളം, അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം, ചികിത്സ തേടണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയുമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. ഒപ്പം തണുത്ത വെള്ളം കുടിക്കുന്നത് പാടെ ഒഴിവാക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളായാലും വൃത്തിഹീനമായ രീതിയിലുള്ള സന്ദർഭങ്ങളിലുള്ള സാഹചര്യത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വയറിളക്കം പോലുള്ള രോഗലക്ഷണങ്ങളാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയെ സമീപിക്കാനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പരിശോധന ഫലങ്ങളൊക്കെയും വരാനും ഉണ്ട്. ഒപ്പം ഈ കോളറയുടെ ഉറവിടം എവിടെയാണ് എന്നുള്ള സ്ഥിരീകരണങ്ങളും വരാനിരിക്കുകയാണ്.